വയനാടിനെ വീണ്ടെടുക്കാൻ കേരള സർക്കാർ നടത്തുന്ന പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകേണ്ടത് സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമെന്ന് മുംബൈ മലയാളി വ്യവസായി. കോട്ടയത്തുള്ള പുഴയോരം ഫുഡ് കോർട്ടിലെ ഒരു മാസത്തെ വരുമാനമായ 21 ലക്ഷം രൂപയും ജീവനക്കാരുടെ മുഴുവൻ വേതനവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയാണ് മുരളീധരനും കുടുംബവും മാതൃകയായത്. വയനാടിന്റെ അതിജീവനത്തിനായി കോട്ടയത്തുള്ള പുഴയോരം ഫുഡ് കോർട്ട് ഒരു മാസത്തെ മുഴുവൻ വരുമാനമായ 21 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. വയനാട് ദുരന്തം നമ്മുടെ കേരളത്തിൽ ഉണ്ടായേക്കുന്ന ഏറ്റവും വലിയൊരു ഡിസാസ്റ്റർ. അവരുടെ അതിജീവനത്തിന് വേണ്ടി അവരുടെ ഒപ്പം നിൽക്കുക എന്നുള്ളത് ഓരോ മലയാളിയുടെയും കടമയാണ്. അതിപ്പം മലയാളികൾ എന്നുള്ള രീതിയിൽ തന്നെ ഇപ്പോൾ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടായാലും നമുക്ക് ഒരു ഇന്ത്യൻ പൗരൻ നിലയിൽ ദേശത്തിനുള്ള ബഹുമാനം കൊണ്ട് നമുക്കത് ചെയ്യണം. നമ്മൾ ഒരു മാസത്തെ കറക്റ്റ് കളക്ഷൻ ഞാൻ മുഴുവൻ ഫണ്ടും വയനാടിന് വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞു. അത് ആ എമൗണ്ട് ഞാൻ കൈമാറ്റം ചെയ്തു. ഇപ്പോൾ 21 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവനാണ് കൈമാറിയത്. മുംബൈ മലയാളിയായ VK മുരളീധരൻ, ഭാര്യ ഇന്ദു, മകൻ മിഥുൻ എന്നിവർ ചേർന്നാണ് മന്ത്രി VN വാസവന് ചെക്ക് കൈമാറിയത്. We were completely devastated to hear the news about Wayanad, and I think the onus lies on us, on the privilege to do what we can for the community there. So I was very pleased when my father and the company decided that we'll donate whatever we can and contribute to the cause. വളരെ സന്തോഷം. മുൽച്ചേട്ടന് ഞാൻ കല്യാണം കഴിച്ച് വന്നപ്പോൾ പോലെ മുൽച്ചേട്ടൻ ഇങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് സഹായിക്കും. പൈസ ഉണ്ടാകുന്നതിന് മുമ്പേ സഹായങ്ങൾ ചെയ്തു തുടങ്ങിയതാണ്. അതുകൊണ്ട് എനിക്ക് ഇതിൽ വലിയ അതിശയം തോന്നുന്നില്ല. ഒരു മാസത്തെ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ശമ്പളത്തിനും സ്ഥാപന നടത്തിപ്പിനും ചിലവായ 18,25,000 രൂപ മുരളീധരൻ സ്വമേധയാ വഹിക്കുകയായിരുന്നു. കൂടാതെയാണ് സ്ഥാപനത്തിലെ ഒരു മാസത്തെ മുഴുവൻ വരുമാനവും ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. വയനാടിനെ വീണ്ടെടുക്കാൻ സർക്കാരിന് കൈത്താങ്ങാകേണ്ടത് ഓരോ പൗരന്റെയും കടമയാണെന്ന് മുരളീധരൻ ഓർമ്മിപ്പിച്ചു. ഗവൺമെൻറ് വലിയൊരു റിസ്ക്കാണ് ഏറ്റെടുത്തിരിക്കുന്നത്. വലിയൊരു ഊർജിതമായിട്ടുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് ഗവൺമെൻറ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളെപ്പോലുള്ള ഇങ്ങനെ ആൾക്കാരുടെ ഒരു കോൺട്രിബ്യൂഷൻ കിട്ടുന്നുണ്ട്. അത് വലിയൊരു സപ്പോർട്ടാണ്. സാമ്പത്തികമായിട്ട് ഗവൺമെൻറ്റിന് ഇപ്പം ഞെരുക്കലാണെങ്കിൽ തന്നെയും നമ്മുടെ കൂട്ടുള്ള ആൾക്കാരുടെ മുഴുവൻ സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് ഗവൺമെൻറ് അത് ഏറ്റെടുത്ത് നന്നായിട്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നന്നായിട്ട് ചെയ്യും. സാമൂഹ്യ പ്രതിബദ്ധതയോടെ വളരുവാൻ പുതിയ തലമുറയ്ക്ക് പ്രചോദനമേകാൻ കഴിയണമെന്നും മുരളീധരൻ പറഞ്ഞു. പ്രളയകാലത്തും ദുരിതബാധിതർക്ക് കൈത്താങ്ങായിരുന്നു ഈ മുംബൈ മലയാളി കുടുംബം. നന്മ പറ്റാത്ത സമൂഹത്തിന്റെ മറ്റൊരു നേർക്കാഴ്ചയാണ് മുംബൈയിലെ ഈ മലയാളി കുടുംബം. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.